നമ്മുടെ തൊടിയിലൊക്കെ കണ്ടുവരുന്ന ചൊറിയനായ ചേനയില്ലേ, അത് എന്തുമാത്രം ഔഷധ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഈ ചേനയെ പ്രസവരക്ഷയ്ക്കായിട്ട് സ്ത്രീകൾക്ക് ഇറച്ചി വരട്ടി വെക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ചേന റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അമ്മച്ചിയുടെ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ഈ റെസിപ്പി. അപ്പൊ അമ്മച്ചിയുടെ സ്പെഷ്യൽ ചേന റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം തന്നെ ചേനയിലെ മണ്ണും പൊടിയൊക്കെ നീക്കം ചെയ്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് നുറുക്കണ്ട കേട്ടോ, എന്താ വെച്ചാൽ അത് വറുത്തെടുക്കുമ്പോൾ നമുക്കതങ്ങനെ പൊടിഞ്ഞു പോകും. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടമുണ്ട്. അതാണ് ഇതിന്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും അരിമുളകും കുരുമുളകും ജീരകവും ഒക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന ഒരു പേസ്റ്റ്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മിശ്രിതം എടുത്ത് നമ്മൾ ചേനയിലേക്ക് ഇട്ട് നല്ലോണം പരട്ടി മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ഈ പരട്ടി കുറച്ചു നേരം സൈഡിൽ വെക്കുന്ന നേരം കൊണ്ട് ആ മിശ്രിതത്തിന്റെ എല്ലാ ഗുണങ്ങളും ആ ചേനയിലേക്ക് നല്ലോണം ഇറങ്ങിക്കോളും. ഇനി ഈ കൂട്ടെല്ലാം കൂടെ നല്ല വിറകടുപ്പിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലവണ്ണം ചേനയിലെ വെള്ളമൊക്കെ വറ്റുന്നിടത്തോളം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പണ്ടുള്ളവർ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെയാണ് എല്ലാവിധ സാധനങ്ങളും ഉപ്പേരിയൊക്കെ വലിയിച്ചെടുക്കാറ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊന്നും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഈ പാത്രത്തിൽ നിന്നുള്ള അയൺ കണ്ടന്റ് ആ ഉപ്പേരിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന വസ്തുക്കളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് അയൺ ഡെഫിഷ്യൻസി എന്നുള്ളൊരു പ്രശ്നം പഴമക്കാർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല.